ആ കുട്ടിയെ കിട്ടി എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ഈ സമയം വരുന്നുണ്ട്. കുട്ടിയെ കിട്ടി എന്നുള്ള അങ്ങേയറ്റം ആശ്വാസകരമായ ഒരു വിവരം ഈ സമയം പുറത്തു വരുന്നു. ശരൺ 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 കേൾക്കാമെങ്കിൽ ഈ 7-ാം മണിക്കൂറിൽ, ഈ അർദ്ധരാത്രിയിൽ വലിയ പ്രതീക്ഷാവഹമായ ഒരു വാർത്ത നമ്മെ തേടി എത്തുകയാണ്. ആ കുട്ടിയെ കിട്ടി എന്നുള്ളതാണ്. എവിടെ വെച്ചാണ് കുട്ടിയെ കിട്ടിയത് എന്നുള്ള വിവരങ്ങൾ നമുക്കിപ്പോൾ പങ്കുവെക്കാൻ കഴിയുമോ ശരൺ? ഗോശ്രീ പാലത്തിന് സമീപത്ത് നിന്നാണ് കുട്ടിയെ കിട്ടിയെന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള തിരച്ചിൽ, ആ തിരച്ചിലിനൊടുവിലാണ് ഇപ്പോൾ കുട്ടിയെ കണ്ടെത്തിയിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനമായി മാറിയത് CCTV ദൃശ്യങ്ങളാണ്. നേരത്തെ പൊറ്റക്കുഴിയിലെ സുഹൃത്തിന്റെ വീട്ടിലേക്ക് പോകുന്നതെന്ന് പറഞ്ഞാണ് ഈ കുട്ടി പൊറ്റക്കുഴിയിലേക്ക് എത്തിയിരുന്നത്. അപ്പോൾ അവിടെ എത്തിയതും മടങ്ങുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു. അതിനുശേഷം പോലീസ് പരിശോധിച്ചപ്പോൾ ഈ കുട്ടി ചാക്യാത്തിൽ എത്തി എന്നുള്ളത് കണ്ടെത്തിയിരുന്നത് CCTV ദൃശ്യങ്ങളിലൂടെ തന്നെയാണ് ഐഡന്റിഫൈ ചെയ്തിരുന്നത്. പിന്നീട് നടത്തിയ പരിശോധനയിൽ, അന്വേഷണത്തിലാണ് ഗോശ്രീ പാലത്തിന് സമീപത്തു നിന്നും ഇപ്പോൾ കുട്ടിയെ കിട്ടി എന്നുള്ള വിവരം നമുക്ക് ലഭ്യമാകുന്നത്. വലിയ രീതിയിലുള്ള ഒരു ആശങ്ക അല്ലെങ്കിൽ ആശയക്കുഴപ്പം നേരത്തെ പോലീസിന് ഉണ്ടായിരുന്നതാണ്. എന്നാൽ CCTV ദൃശ്യങ്ങളുടെ സഹായത്തോടു കൂടി നടത്തിയ അന്വേഷണത്തിനൊടുവിൽ ഇപ്പോൾ കുട്ടിയെ കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ പൊറ്റക്കുഴിയിലെത്തിയെന്നും ചാക്യാത്തിലെത്തിയെന്നുള്ളത് പോലീസ് ഐഡന്റിഫൈ ചെയ്തിരുന്നതാണ്. അതിനുശേഷം എവിടേക്കാണ് പോകാൻ സാധ്യത? പോലീസ് പ്രധാനമായും 2 രീതിയിലാണ് വിലയിരുത്തിയത്. ചാക്യാത്തിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്നും വൈപ്പിനിലേക്ക് പോകാം, അല്ലെങ്കിൽ എറണാകുളത്തേക്ക് തന്നെ വരാനും കഴിയും. അപ്പോൾ എവിടേക്കാണ് പോയെന്നുള്ളതാണ്. അതിനുശേഷം നടത്തിയ അന്വേഷണത്തിലാണ് ഇപ്പോൾ കുട്ടിയെ കിട്ടി എന്നുള്ള പ്രധാനപ്പെട്ട വിവരം നമുക്ക് ലഭ്യമായിരിക്കുന്നത്. എളമക്കര പോലീസ് വലിയ രീതിയിൽ തന്നെ അന്വേഷണം നടത്തുന്ന സാഹചര്യമുണ്ടായിരുന്നു. സ്കൂൾ യൂണിഫോം ധരിച്ച നിലയിലാണ് ഈ ഗോശ്രീ പാലത്തിൽ കുട്ടിയെ കണ്ടെത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായി നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. അതായത് ഈ കുട്ടി സ്കൂളിൽ നിന്നും ഇറങ്ങിയത് ആ വസ്ത്രത്തിൽ തന്നെയാണ്, സ്കൂൾ യൂണിഫോമിൽ തന്നെയാണ് സ്കൂളിൽ നിന്നും ഇറങ്ങിയത്. അതിനുശേഷം നേരെ സുഹൃത്തിന്റെ വീട്ടിലേക്ക്, പൊറ്റക്കുഴിയിലെ സുഹൃത്തിന്റെ വീട്ടിലേക്ക് എത്തുന്നു. അങ്ങനെ വീട്ടിലെത്തിയപ്പോഴും സൈക്കിളിൽ യൂണിഫോം ധരിച്ച് തന്നെ യാത്ര ചെയ്യുന്നതിന്റെ CCTV ദൃശ്യങ്ങളാണ് പോലീസിന് ലഭിച്ചിരുന്നത്. അതിനുശേഷമാണ് ചാക്യാത്തിലെത്തുകയും അതിന് പിന്നാലെ ഇപ്പോൾ ഗോശ്രീ പാലത്തിൽ നിന്നും കുട്ടിയെ ലഭിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. കൊച്ചി നഗരത്തെ ആകെ തന്നെ മുൾമുനയിൽ നിർത്തിയ ഒരു വിഷയമായി ഇത് മാറിയിരുന്നു. കഴിഞ്ഞ 1.5 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂറിലധികമായി പോലീസ് വലിയ രീതിയിൽ തന്നെ പരിശോധനകൾ നടത്തുന്ന സാഹചര്യമുണ്ടായിരുന്നു. പ്രത്യേകിച്ച് കുട്ടിയുടെ അമ്മയെ തന്നെ ഈ ബസ് സ്റ്റാൻഡിലേക്ക് എത്തിച്ച് അവിടെ നിന്ന് എവിടേക്കെങ്കിലും പോകാൻ വേണ്ടി നിൽക്കുകയാണോ, അത്തരത്തിലുള്ള സംശയമൊക്കെ തന്നെ പോലീസിന് ഉണ്ടായിരുന്നതാണ്. ഒപ്പം തന്നെയാണ് അച്ഛന്റെ സ്റ്റേറ്റ്മെന്റ് അടക്കം രേഖപ്പെടുത്തിക്കൊണ്ട് ഉള്ള അന്വേഷണം, സംഘങ്ങളായി തിരിഞ്ഞുള്ള അന്വേഷണം നടക്കുകയും ചെയ്തിരുന്നത്. എന്തായാലും നമുക്കറിയാം, സമീപകാലത്ത് ഇത്തരത്തിൽ കുട്ടികളെ കാണാതാവുന്ന വിഷയം അത് തന്നെ കേരളത്തെ ആകെ തന്നെ മുൾമുനയിൽ നിർത്തിയ ഒരു സംഭവങ്ങളായി മാറുകയും ചെയ്തിരുന്നതാണ്. എന്തായാലും വൈകാതെ തന്നെ, അതായത് വൈകിട്ട് കുട്ടിയെ കാണാതാകുന്നു, അതിനുശേഷം മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഇപ്പോൾ കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ തന്നെ ഏറ്റവും നിർണായകമായി മാറിയിരിക്കുന്നത്. CCTV ദൃശ്യങ്ങൾ തന്നെയാണ്. അത് കേന്ദ്രീകരിച്ച അന്വേഷണത്തിനൊടുവിൽ കൂടിയാണ് ഇപ്പോൾ അവിടേക്ക് എത്തി കുട്ടി എവിടെയാണെന്നുള്ളത് സ്പോട്ട് ചെയ്തിരിക്കുന്നത്. എന്തായാലും വലിയ ആശങ്ക ഇപ്പോൾ ആശ്വാസത്തിന് വഴിമാറുന്നു. 7-ാം ക്ലാസ് വിദ്യാർത്ഥിനി തൻവി സുനീഷിനെ കാണാതായത് വൈകുന്നേരമാണ്. വൈകുന്നേരവും സന്ധ്യയായിട്ടും കാണാത്തതിനെ തുടർന്നാണ് രക്ഷിതാക്കൾ തെരഞ്ഞിറങ്ങിയതും പോലീസിൽ പരാതി നൽകിയതും. ഏകദേശം 7 മണിക്കൂറോളമായി പോലീസ് കുട്ടിയെ കണ്ടെത്താൻ വേണ്ടിയുള്ള തെരച്ചിലായിരുന്നു. ഒടുക്കം 7-ാം മണിക്കൂറിൽ ഇതാ ഇപ്പോൾ 12 മണിയോട് അടുക്കവേ കൊച്ചി ഗോശ്രീ പാലത്തിന് സമീപം ഇതേ യൂണിഫോം ഇട്ട നിലയിൽ സൈക്കിളോടുകൂടി തന്നെ കുട്ടിയെ കണ്ടെത്താൻ പോലീസിനായി എന്നുള്ളത് അങ്ങേയറ്റം ആശ്വാസകരമായ കാര്യമാണ്. എളമക്കര സരസ്വതി വിദ്യാനികേതൻ സ്കൂളിലെ 7-ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഈ തൻവി സുനീഷ്. തൻവിയുടെ കയ്യിൽ നിന്ന് രാവിലെ സ്കൂൾ അധികൃതർ മൊബൈൽ പിടിച്ചിരുന്നു. മൊബൈൽ സ്കൂൾ ടീച്ചേഴ്സ് വാങ്ങിവെക്കുകയും ചെയ്തു. രക്ഷിതാക്കൾ വന്നാൽ മാത്രമേ മൊബൈൽ തിരികെ തരികയുള്ളൂ എന്ന് ഈ അധ്യാപകർ പറഞ്ഞതാണ്. അങ്ങനെ രക്ഷിതാക്കളെ വിളിച്ചു വരുത്തി. പക്ഷേ രക്ഷിതാക്കൾ എത്തുന്നതിന് മുമ്പേ സ്കൂളിൽ നിന്ന് കുട്ടി മാറി എന്നാണ് അറിയാൻ കഴിയുന്നത്. ആ മൊബൈൽ കിട്ടാത്തതിൻ്റെ വിഷമവും ഒരുപക്ഷെ രക്ഷിതാക്കൾ വഴക്ക് പറയുമോ എന്നതിലുള്ള പേടിയൊക്കെ ആയിരിക്കണം ഇങ്ങനെ മാറി നിൽക്കാനുള്ള ഒരു കാരണം എന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും ഗോശ്രീ പാലത്തിന് സമീപത്തുനിന്ന് ഈ അർദ്ധരാത്രിയിലും കുട്ടിയെ സുരക്ഷിതമായി കിട്ടി എന്നുള്ളത് അങ്ങേയറ്റം ആശ്വാസകരമായ ഒരു കാര്യമാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. മുഹ്സിന ആസു വിവരങ്ങൾ നൽകാൻ ചേരുന്നുണ്ട്. മുഹ്സിന, വലിയ ആശങ്കയിലായിരുന്നു നമ്മൾ അത്രയും. കാരണം ഈ അർദ്ധരാത്രിയാണ്,
ഒരു പെൺകുട്ടിയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മുടെ മുന്നിലുള്ളത് കൊണ്ട് തന്നെ സമീപകാലത്ത് കേട്ട അങ്ങേയറ്റം ആശങ്കാജനകമായ വാർത്തകളൊക്കെ നമ്മുടെ മനസ്സിലൂടെ ഒരു സമയം മിന്നിപ്പോയിരുന്നിട്ടുണ്ടാവണം. അതുകൊണ്ട് വലിയ ആശങ്കയുണ്ടായിരുന്നു, വലിയ ഭയമുണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോൾ ആശ്വാസത്തിന് വഴിമാറുന്നു. ഒരു പക്ഷേ ഈ രക്ഷിതാക്കളുടെ പരാതി കിട്ടിയ ഉടൻ തന്നെ നമ്മുടെ പോലീസ് കൃത്യമായ രീതിയിൽ അവരുടെ ദൗത്യം, അവരുടെ തെരച്ചിൽ, അവരുടെ അന്വേഷണം, പരിശോധന വളരെ ശ്രമകരമായ രീതിയിൽ തന്നെ നടത്തുകയും ഈ CCTV ഫുട്ടേജസ് വെച്ച് പോകാനിടയുള്ള ഭാഗങ്ങളിലൂടെയൊക്കെ വലിയ തോതിലുള്ള ഒരു അന്വേഷണം നടത്തുകയും ഒടുക്കം ഈ ഗോശ്രീ പാലത്തിന് സമീപം വെച്ച് ഈ കുട്ടിയെ കിട്ടുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ ഈ കുട്ടിയെ കണ്ടെത്തുന്ന സമയത്തും ഈ യൂണിഫോമിൽ തന്നെയായിരുന്നു എന്ന് മനസ്സിലാക്കുന്നുണ്ട്. ഈ സൈക്കിളിൽ തന്നെയായിരുന്നു കുട്ടിയെന്ന് അറിയുന്നുണ്ട്. ഇപ്പോൾ ഇനി രക്ഷിതാക്കൾക്ക് കുട്ടിയെ കൈമാറേണ്ടതുണ്ട്. ഇപ്പോൾ കുഞ്ഞ് എവിടെയാണുള്ളതെന്നാണ് മനസ്സിലാക്കുന്നത് മൂസിന? സൈഫുദ്ദീൻ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെയധികം ആശ്വാസകരമായ വാർത്ത തന്നെയാണ് ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത്. കുട്ടിയെ കണ്ടു കിട്ടി എന്നുള്ളത് തന്നെയാണ്. സൂചിപ്പിച്ചതുപോലെ തന്നെ സ്കൂൾ യൂണിഫോമിൽ തന്നെയാണ് കുട്ടി ഉണ്ടായിരുന്നത്. അതായത് അവസാനമായി ലഭിച്ച CCTV ദൃശ്യം പട്ടാളത്ത് നിന്ന് കുട്ടി നേരെ ഗോശ്രീ പാലം വഴി തന്നെയാണ് പോയിരിക്കുന്നത്. കാളമുക്ക് ഹാർബറിന്റെ പരിസരത്ത് എത്തിയിട്ടുണ്ടായിരുന്നു എന്നാണ് നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം. എന്താണെങ്കിലും അവിടെ നിന്നാണ് പോലീസ് കുട്ടിയെ കണ്ടെത്തുന്നതും പിന്നീട് മാതാപിതാക്കളുടെ കൂടെ സാന്നിധ്യത്തിൽ ഇപ്പോൾ ACP ഓഫീസിലേക്കാണ് കുട്ടിയുമായി പോയിക്കൊണ്ടിരിക്കുന്നത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മൾ ഉൾപ്പെടെയുള്ള മാധ്യമ പ്രവർത്തകരും സമാനമായ രീതിയിൽ വിവിധ ഇടങ്ങളിലുള്ള പരിശോധനയുടെ ഭാഗമായിരുന്നു. എന്താണെങ്കിലും ഇപ്പോൾ കുട്ടി വളരെ സേഫായ രീതിയിൽ കുട്ടിയെ തിരികെ കിട്ടിയിരിക്കുന്നു എന്നുള്ള വിവരം തന്നെയാണ് പങ്കുവെക്കാൻ സാധിക്കുന്നത്. ഏകദേശം 4:30 മണി മുതൽ ഇത്രയും സമയം മണിക്കൂറുകൾ നീണ്ട ഒരു തെരച്ചിൽ തന്നെയാണ് പോലീസ് നടത്തിക്കൊണ്ടിരുന്നത്. എന്താണെങ്കിലും കുട്ടി ഇപ്പോൾ വളരെ സുരക്ഷിതമായി കൈകളിൽ എത്തിയിരിക്കുന്നു എന്നുള്ള ആശ്വാസകരമായ വാർത്ത തന്നെയാണ് പ്രേക്ഷകരോട് പങ്കുവെക്കാനുള്ളത്. ഗോശ്രീ പാലം എറണാകുളം നഗരം, അതായത് മൈപ്പലിലേക്ക്, അതുപോലെ തന്നെ എറണാകുളം നഗരത്തിൽ നിന്ന് മൈപ്പലിലേക്കും അതുപോലെ തന്നെ മറ്റ് കണ്ടെയ്നർ റോഡ് വഴി ആലുവ ഭാഗത്തൊക്കെ തന്നെ പോകാൻ സാധിക്കുന്ന ആ ഒരു പ്രദേശം കൂടിയാണ്. അവിടെ നിന്നാണ് ഗോശ്രീ പാലത്തിന്റെ പരിസരത്ത് നിന്നാണ് ഇത്തരത്തിൽ കുട്ടിയെ കണ്ടുകിട്ടിയിരിക്കുന്നത്. എന്താണെങ്കിലും എറണാകുളം ACP ഓഫീസിലേക്കാണ് കുട്ടിയെ കൊണ്ടുപോയിരിക്കുന്നത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കുട്ടിയോട് വളരെ നല്ല രീതിയിൽ കുട്ടിയോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്.